ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ഫാൻസി ഷോപ്പിൻ്റെ അകത്തുള്ള CCTV ഫുട്ടേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാൻസി ഷോപ്പിലേക്ക് വന്ന ഒരു വീട്ടമ്മ കാണിച്ച ഒരു കാര്യമാണ്. ശരിക്കും ഈ വീട്ടമ്മയുടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. പല രീതിയിലുള്ള മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഒന്നൊന്നര മോഷണമായി പോയി സുഹൃത്തുക്കളെ. നമുക്കെന്തായാലും ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാം. കട കാലിയാവാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. സോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് സമയം കളയാതെ വീഡിയോ കാണാം. ഇതൊരു ഫാൻസി ഷോപ്പാണ്, നിങ്ങൾക്ക് കാണാം. സ്ത്രീകൾക്കൊക്കെയുള്ള വളമാല, കമ്മൽ അങ്ങനെയുള്ള ഒരു ഫാൻസി ഷോപ്പാണ്. കടക്കാരൻ അവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു വീട്ടമ്മ കടയിലേക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ കേട്ടോ. കടയിലേക്ക് വന്നിട്ട് കടക്കാരനോട് ആ വീട്ടമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ പറയാം. കടക്കാരന് ചോദിക്കുന്നതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാളുടെ ജോലി അതാണല്ലോ, വരുന്ന കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായിട്ട് എടുത്ത് ബാഗിലിട്ടു. കടക്കാരൻ അറിഞ്ഞിട്ട് പോലുമില്ല. കടക്കാരൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സാധനം ബാഗിലേക്ക് ആയി. നോക്കുക, സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. എടുത്തു, ബാഗിലിട്ടു. സ്വന്തം തറവാടിന്ന് എടുത്തിട്ട് പോകുന്നത് പോലെയുള്ള ഒരു ഫീലാണ് ആ വീട്ടമ്മക്ക്. എക്സ്പീരിയൻസ് അല്ലാതെ മറ്റൊന്നുമല്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത്രയും ധൈര്യം ഉണ്ടാവില്ല. എടുത്ത് ബാഗിലിട്ടു. പക്ഷേ കടക്കാരൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ജെന്റിൽ ലുക്കാണ്. ഒരു കള്ളത്തരമോ ഒരു തപ്പിക്കളിയോ ഒന്നും ഇല്ല. നോക്കുക, തേർഡ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടുത്തു, അതും ബാഗിലിട്ടു. ഇത് തൊട്ട് മുന്നിൽ കടക്കാരനുണ്ടായിട്ട് പോലും ആ സ്ത്രീ മോഷണം നടത്തുകയാണ്. ഇനി അതിന് ഒരവസരം കൂടി ഉണ്ടാവുകയാണ്. കാരണം വേറൊരു കസ്റ്റമർ നോക്കുക കടയിലേക്ക് വന്നു, എടുത്ത് ഡ്രസ്സിൻ്റെ അകത്തിട്ടു. ഒരു 2 ദിവസം ഈ കടയിലേക്ക് ഈ വീട്ടമ്മ വന്നു കഴിഞ്ഞാൽ കട കാലിയാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് അത്ഭുതം തോന്നി. ശരിക്കും ഞെട്ടിപ്പോയി. മോഷണങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇമാതിരി ഒരു മോഷണം. കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലിടുകയാണ്. കടക്കാരനാണെങ്കിൽ മറ്റ് കസ്റ്റമറിനെ മാനേജ് ചെയ്യുന്ന തിരക്കിലാണ്. വലിയ വലിയ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ. കയ്യിലൊതുങ്ങുന്ന, എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സാധനങ്ങൾ, അതും തന്ത്രപരമായിട്ടാണ് ബാഗിലേക്ക് ആക്കുന്നത്. ഒരു സംശയമില്ല ആർക്കും. 1, 2, 3 ഒക്കെ എടുത്തിട്ടാണ് ബാഗിലിടുന്നത്. എൻ്റെ പൊന്നെ, അധിക നേരം അവിടെ ചുറ്റിക്കളഞ്ഞ് നിന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് ഓരോ സാധനം. എനിക്കിത് ഓരോന്നോരോന്നെടുത്ത് ബാഗിലിടുമ്പോൾ ചിരി വരികയാണ്. കാരണം ആ കടക്കാരൻ പൊട്ടനെന്നല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ആ കസ്റ്റമർ പോയപ്പം പിന്നെ കടക്കാരൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ കടക്കാരനോട് ആ ഒരു വീട്ടമ്മ പറഞ്ഞു, ഇവിടെ നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, എനിക്ക് ഈ സ്പ്രേ മതി എന്ന് പറഞ്ഞു. നോക്കാം, ഈ സ്പ്രേ ഒരു സ്പ്രേൻ്റെ കുപ്പിയാണ്, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ബോഡി സ്പ്രേ ആണെന്ന് തോന്നുന്നു. അത് മതി എന്ന് പറഞ്ഞു. അത് ബില്ലാക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, അത് ബില്ലാക്കാൻ വേണ്ടി അവിടെ പോയ സമയത്തും വീണ്ടും അവിടെ നിന്നൊരു സാധനം എടുത്തിട്ട് ബാഗിലിട്ടു. സോറി, ബാഗിലല്ല, ഡ്രസ്സിൻ്റെ അകത്തന്നെ. ഇതാണ് മോഷണം മക്കളെ. ഒരു ഒന്നൊന്നര പരിപാടിയായി പോയി. എന്തായാലും ഒന്നും കൊടുക്കാതെ പോയിട്ടില്ല കേട്ടോ. ആ ഒരു ചെറിയ സ്പ്രേയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. 150 രൂപ കൊടുത്ത് 1500 രൂപയുടെ സാധനം മോഷ്ടിച്ചിട്ട് പോകുന്ന മുതലാത്. ഇതാണ് അവസ്ഥ.
CCTV-യിൽ പിടിച്ചു അവസാനം. CCTV ഉള്ളത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ മതി കാണാം. ബൈ ഫ്രണ്ട്സ്.